സാർ, ഇപ്പോഴത്തെ മഴ വളരെ ഭീതിപ്പെടുത്തുന്നു. നമുക്കിപ്പോൾ പകല് പോലും രാത്രി പോലെ തോന്നുന്നു. അതോടൊപ്പം തന്നെ രാത്രിയൊക്കെ ശക്തമായ കാറ്റും ഇടിമിന്നലും, അതോടൊപ്പം തന്നെ നമ്മളൊരു പേടിപ്പെടുത്തുന്ന മഴയാണ് ഉണ്ടാകുന്നത്. ചാനലുകളുടെ വാർത്തകൾ കണ്ടാലും ഓരോ അലർട്ടുകളൊക്കെ കാണുമ്പോൾ നന്നായിട്ട് ഭയക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ പുറത്തിറങ്ങി നടക്കാൻ പോലും പേടിക്കുന്നുണ്ട്. കുട്ടികൾക്ക് സ്കൂൾ തുറക്കുകയാണ്. അപ്പോൾ എന്താണ് ഈ പ്രകൃതിക്ക് ഇങ്ങനെ സംഭവിക്കുന്നത്? പ്രകൃതിക്ക് ഉണ്ടായ മാറ്റം പല ഘട്ടങ്ങളിലായിട്ട് നമ്മുടെ സമൂഹം ചർച്ച ചെയ്യുന്നതാണ്. എങ്കിലും അതും നമുക്കിങ്ങനെ അനുഭവപ്പെടുന്ന സമയത്താണ് നമുക്ക് പേടിയുണ്ടാകുന്നത്. ഇപ്പോൾ എൻ്റെ വീട്ടിൽ ഇന്ന് രാവിലെ ഉണ്ടായ കാറ്റിൽ ഉം. തൊട്ടടുത്ത് നിൽക്കുന്നതായിട്ടുള്ള ഒരു മരം, വേങ്ങ മരമാണ്, മുള്ളുവേങ്ങ എന്ന് പറയുന്നത്. അതിൻ്റെ വലിയ കൊമ്പുകളൊക്കെ ഒടിഞ്ഞു വീണ് വീടിൻ്റെ ഓടൊക്കെ തകർന്ന്, കാണുന്നു. അത് നമുക്ക് അനുഭവപ്പെടുമ്പോൾ നമുക്ക് വല്ലാത്ത ഭയപ്പാടുണ്ടാകും. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ സ്വന്തം ജീവിതത്തിൽ വന്ന് അത് പതിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ അതുപോലെയാണ് ഏതാണ്ട് എല്ലാ ആളുകളുടെയും ജീവിതത്തിൽ ഇപ്പോൾ മഴക്കെടുതികൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്, ദുരന്തം എന്ന് പറയാം. നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വലിയ തോതിൽ ചർച്ച ചെയ്തത് നമ്മളുടെ വലിയ വികസന പാത എന്ന് പറയുന്ന NH-66 പല സ്ഥലത്തും വിണ്ട് കീറി പൊളിഞ്ഞ് താറും തരിപ്പണായി. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് നമ്മളുടെ പ്രകൃതിക്ക് അനുസൃതമായിട്ടുള്ള രീതിയിൽ, നമ്മുടെ കാലാവസ്ഥയ്ക്ക് അനുസൃതമായിട്ടുള്ള രീതിയിൽ നമ്മൾ നിർമ്മാണ പ്രവർത്തനം നടത്തുന്നില്ല എന്നുള്ളതാണ്. ആ നിർമ്മാണ പ്രവർത്തനത്തിൻ്റെ അപാകതയും യഥാർത്ഥത്തിൽ അതുതന്നെയാണ്. അതിൻ്റെ അഴിമതിയും മറ്റുമൊക്കെ വേറെ കാര്യങ്ങൾ. ഞാൻ പറയുന്നത് അതെ. ഒരു കാര്യം വളരെ ശാസ്ത്രീയമായിട്ടിപ്പോൾ നമ്മുടെ വയലുകളിലൂടെ റോഡ് പണിയുന്ന സമയത്ത് തീർച്ചയായിട്ടും അത് ഈ വയാഡയറ്റ് എന്ന് പറയുന്ന സംവിധാനം ഉപയോഗിച്ച് പണിതാൽ മാത്രമാണ് ഇതുപോലെ തകരാതിരിക്കുകയുള്ളൂ. അതറിയാവുന്നൊരു കാര്യമാണ്. പക്ഷേ എന്നാലും അവിടെ ആദ്യം ശ്രദ്ധിക്കുന്നത് എന്താണ്? വയാഡയറ്റ് മാറ്റി സാധാരണയിൽ മണ്ണിട്ട് ഇങ്ങനെ പൊക്കിക്കഴിഞ്ഞാൽ എന്ത് ലാഭം ഉണ്ടാകും എന്നുള്ളതാണ്. കോടിക്കണക്കിന് രൂപയുടെ ലാഭം ഉണ്ടാകും. അപ്പോൾ ആ കോടിക്കണക്കിന് രൂപയുടെ ലാഭത്തിന് വേണ്ടിയിട്ട് അശാസ്ത്രീയമായ രീതിയിൽ തന്നെ പാത പണിയാൻ തീരുമാനിക്കുകയാണ് ചെയ്യുന്നത്. ഒന്ന്, NH-66 പണിയുന്ന ആ സംഘം മുഴുവനും ഉത്തരേന്ത്യയിലെ പലതരത്തിലുള്ള കോൺട്രാക്ടേഴ്സാണ്. അവർക്ക് ഉത്തരേന്ത്യയിൽ റോഡ് പണിതുള്ള ശീലമാണ് കൂടുതലായിട്ടുള്ളത്. കേരളം പോലെയുള്ള ഒരു പ്രത്യേക തരത്തിലുള്ള പ്രകൃതി നിലനിൽക്കുന്ന, അല്ലെങ്കിൽ പ്രത്യേക കാലാവസ്ഥയുള്ള ഒരു പ്രദേശത്തെ കാര്യങ്ങൾ പഠിച്ചല്ല അവരെ ചെയ്ത്. അതാണ് നമ്മൾ മനസ്സിലാക്കാൻ. അവർക്ക് ഈ ക്യാപിറ്റലിസ്റ്റ് മെത്തഡോളജിയുടെ ഒരു വശം മാത്രമേ ഉള്ളൂ. എന്ന് വെച്ചാൽ ലാഭം ഉണ്ടാക്കുക, അതിനെന്തൊക്കെ ചെയ്യണം അത് മാത്രമേ അവർ ആലോചിച്ചുള്ളൂ. അതിൻ്റെ ദുരന്തമാണ് നമ്മളിപ്പോൾ എന്തായാലും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് മാത്രമല്ല പ്രശ്നം, നമ്മളെല്ലാ വർഷവും ഈ വർഷകാലം അങ്ങ് കഴിയുന്നതിന് മുമ്പ് തന്നെ എന്തെങ്കിലും ദുരന്തത്തിൽ പെടും. ഇപ്പോൾ കഴിഞ്ഞ വർഷം എന്ന് പറഞ്ഞാൽ അതിഭീകരമായിട്ടുള്ള ദുരന്തമാണ് നമ്മൾ അനുഭവിച്ചത്. അതെ, അതിക്ക് മുമ്പ് അതൊക്കെ തന്നെയല്ലേ എല്ലാ വർഷവും ഉരുൾപൊട്ടലും അതേപോലെ വളരെ വ്യക്തമായി അതിനെക്കുറിച്ച് പറഞ്ഞോളാം. എത്ര പറഞ്ഞാലും നമുക്കത് മനസ്സിലാവില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ പറഞ്ഞത് മനസ്സിലാകുന്നത് നമ്മുടെ ജീവിതത്തിൽ അത് അനുഭവപ്പെടുന്ന സമയത്ത് മാത്രമാണ്. അത് വലിയ ദുരന്തമായി വന്നുകൊണ്ടിരിക്കുക. ഈ NH-66 തന്നെ യഥാർത്ഥത്തിൽ കേരളത്തെ രണ്ടായിട്ട് കീറി മുറിച്ച് പോവുകയാണ്. ഒരു പ്രളയം വന്നാൽ എന്ത് സംഭവിക്കും എന്നുള്ളത് നമുക്കാർക്കും അറിയില്ല. വലിയ അണക്കെട്ട് പോലെയാണ് ഓരോ പ്രദേശത്തും ഈ റോഡ് കേരളത്തിൻ്റെ ഭൂപ്രകൃതിയെ രണ്ടായിട്ട് തിരിച്ചിരിക്കുന്നത്. ഇതൊക്കെ അറിയാൻ പാടില്ലാണ്ടല്ല, പക്ഷേ എന്തറിവുണ്ടെങ്കിലും ചെയ്യുന്ന കാര്യങ്ങൾ സ്ഥിരമായിട്ട് ചെയ്തു പോകുന്ന രീതി മാത്രമാണ് എല്ലാവർക്കും ഉള്ളത്. അതൊക്കെ വലിയ പ്രശ്നങ്ങൾ തന്നെയാണ്. മഴയുടെ കാര്യത്തിൽ നമുക്ക് നിയന്ത്രണങ്ങളില്ല എന്നുള്ളതാണ്. നമ്മളുടെ കൈകളിലല്ല അതിൻ്റെ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്. അത് മുഴുവനും മനുഷ്യനതീതമായ ശക്തികളാൽ നിയന്ത്രിക്കപ്പെടുന്നു എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ടത്. ഇപ്പം മേഘവിസ്ഫോടനം ഉണ്ടാകും, പുതിയ കാലത്തെ പ്രതിഭാസമാണ്. കാരണം ഈ മഴ പെയ്യുമ്പോൾ നേരത്തേക്കെന്ന് പറയുന്നുണ്ടെങ്കിൽ ആകാശത്ത് ഈ കാർമേഘക്കോള് വന്ന് അത് കാറ്റടിച്ച് പരന്ന് എല്ലാ സ്ഥലത്തും ഒരു ഹാർമോണിയസ് ആയിട്ടുള്ള രീതിയിലാണ് മഴ പെയ്തിരുന്നത്. എന്ന് വെച്ചാൽ മഴയുടെ വ്യാപ്തി എന്ന് പറയുന്നത് വളരെ കൂടുതലായി. ഇപ്പോൾ വ്യാപ്തി മാറി. പകരം എന്താണെന്ന് വെച്ചാൽ അത് കോൺസെൻട്രേറ്റ് ചെയ്ത് ചില സ്ഥലത്ത് മാത്രമായിട്ട് ഒടുക്കത്തെ പെയ്ത്ത്, മരണപ്പെയ്ത്ത് നമ്മൾ വിശേഷിപ്പിക്കുന്ന ഈ സംഭവം നടക്കുന്നതിന്. അതുകൊണ്ടാണ് അത് മേഘവിസ്ഫോടനമായിട്ട് വ്യാഖ്യാനിക്കപ്പെടുന്നത്. കാരണം ഈ കാർമേഘങ്ങളെല്ലാം ഒത്തുകൂടി ഒരു സ്ഥലത്ത് തന്നെ വന്ന് നിൽക്കുകയും അവിടെ മഴ കോരിച്ചൊരിയുകയും ചെയ്യുമ്പോൾ അതിനെ താങ്ങാൻ ഭൂമിക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ്. പ്രത്യേകിച്ച് കുന്നും പ്രദേശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ കുന്നിൻ്റെ സ്വാഭാവികമായിട്ടുള്ള കാര്യശേഷി തന്നെ നമ്മൾ ഇടിച്ച് നിരത്തി കഴിഞ്ഞതാണ്. അതിലേക്കാണ് ഇത് വന്ന് വീഴുന്നത്. അപ്പോൾ ഈ മണ്ണൊക്കെ ഇങ്ങനെ ഇളകി നിന്നിട്ട് ആ മണ്ണിലേക്ക് വെള്ളമിറങ്ങി
അതിൻ്റെ ഉൾഭാഗങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഈ വെള്ളത്തിൻ്റെ എന്താണ് കുടുസ് കേന്ദ്രങ്ങളായി മാറുകയും പിന്നീട് അത് തള്ളിപ്പോകുമ്പോൾ മണ്ണും അതേപോലെ തന്നെ അതിലുള്ള കല്ലുകളെ കൂടി ഒരുമിച്ച് പുറത്തേക്ക് ഇങ്ങനെ ചാടി വരുന്നതാണ് വലിയ ഉരുൾപൊട്ടലും അതേപോലെ തന്നെ വെള്ളത്തിൻ്റെ വലിയ പ്രവാഹമായിട്ട് മാറിത്തീരുന്നത്. ഇത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. പക്ഷേ അതെങ്ങനെ നിയന്ത്രിക്കും എന്ന് ചോദിച്ചാൽ അതിന് ഇതുവരെ നമുക്ക് വഴി കണ്ടെത്താനായിട്ട് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അത് നിയന്ത്രിക്കൽ അസാധ്യമാണ്. കാരണം എന്ന് വെച്ചാൽ അത് ഒരു പ്രത്യേക പ്രദേശത്തൊക്കെ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവിടെ നിന്ന് മാറിക്കളയുക എന്ന് മാത്രമേ ഉള്ളൂ. ആളുകളെ മാറ്റുക. ഇപ്പോൾ മുന്നറിയിപ്പൊന്നും കൊടുത്തിട്ട് കാര്യമില്ല. ആളുകൾ ഇന്ന സ്ഥലത്ത് ഇന്ന സാധ്യതകളുണ്ട് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവിടെ നിന്ന് ആളുകളെ കുടിയൊഴിപ്പിക്കുക, പ്രത്യേകിച്ച് വർഷകാലത്തേക്കെങ്കിലും. അതല്ലെങ്കിൽ നമ്മളുടെ ഈ ഭയപ്പാട് എന്ന് പറയുന്നത് നിരന്തരമായി നിൽക്കും. ഞാൻ ബസ്സിലൊക്കെ സഞ്ചരിക്കുന്ന സമയത്ത് പല ഈ കുന്നിൻ്റെ അരികിലൂടെയൊക്കെയുള്ള വഴിയിലൂടെ പോകുമ്പോൾ നമ്മൾ ഭയപ്പെട്ടാണ് നോക്കുന്നത്. കാരണം ഇത് എപ്പോഴാണ് ഇടിഞ്ഞ് താഴേക്ക് വരിക എന്ന് അറിയാൻ പാടില്ല. അങ്ങനെയാണ് എല്ലാ സ്ഥലത്തെയും അങ്ങനത്തെ ഒരു സ്ഥിതിയിലേക്കാണ് നിൽക്കുന്നത്. അത്ര ഭീകരമായിട്ട്, അതായത് കേരളത്തിൻ്റെ ഈ സുരക്ഷിതമായിട്ടുള്ള ജീവിത മണ്ഡലം തകർന്നിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. കാരണം എല്ലാ മഴക്കാലവും ഏതെങ്കിലും തരത്തിലുള്ള ദുരന്തം കേരളത്തിന് സംഭാവന ചെയ്തിട്ടേ കടന്നു പോവുകയുള്ളൂ എന്ന് കൂടുതൽ നമ്മളെ ബോധ്യപ്പെടുത്തുന്ന തരത്തിലാണ് ഇപ്പോഴത്തെ ഓരോ ദിവസവും മഴ തുടങ്ങിയിട്ട് 5-6 ദിവസമേ ഉള്ളൂ. ഈ 5-6 ദിവസം കൊണ്ട് തന്നെ വലിയ പ്രശ്നങ്ങൾ, അതായത് ഒരുപാട് സ്ഥലത്ത് മരണം കടപുഴകി വീണ് കഴിഞ്ഞിരിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ട് വീട് തകർന്നിട്ടുണ്ട്. നേരത്തെ സ്കൂളുകളൊക്കെ ഇങ്ങനെ തകരുന്ന വാർത്തകളൊക്കെ വരും. ഇതിപ്പോൾ എപ്പോഴും അത്തരം വാർത്തകൾ വരുന്ന തരത്തിലേക്ക് മാറി. മഴയുടെ സ്വഭാവം മാറിയതാണ് പ്രധാനപ്പെട്ടത്. നേരത്തെയും ഈ മഴയൊക്കെ തന്നെയായിരിക്കും ചിലപ്പോൾ നമുക്ക് കിട്ടിയിട്ടുണ്ടാവും. പക്ഷേ ഇപ്പോൾ മഴ പെയ്യുമ്പോൾ ആ മഴ ചില പ്രത്യേക പ്രദേശത്തേക്ക് കേന്ദ്രീകരിക്കപ്പെടുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിലൂടെ പുറത്തേക്ക് വരുന്നതായിട്ടുള്ള വെള്ളത്തിൻ്റെ അളവെന്ന് പറയുന്നത് വളരെ കൂടുതലായി. അതൊരു പ്രത്യേക സ്ഥലത്ത് കോൺസെൻട്രേറ്റ് ചെയ്ത് ചൊരിഞ്ഞു വീഴുമ്പോൾ അതിനെ താങ്ങാൻ പറ്റുന്ന ഒരു സ്വാഭാവികത, നാച്ചുറൽ ക്യാരക്ടർ അല്ലെങ്കിൽ നാച്ചുറൽ റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത് നമ്മുടെ മണ്ണിനും അതേപോലെ തന്നെ ആ പ്രദേശത്തുള്ള കുന്നുകൾക്കൊന്നും ഇല്ലാതെ വരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പലപ്പോഴും നമ്മുടെ ഭരണ സംവിധാനങ്ങൾ, അതായത് ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ അന്ന് ഈ പ്രളയം ഉണ്ടാകാൻ കാരണം കൃത്യമായ സമയത്ത് ഡാമുകൾ തുറന്നു വിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. എം മണിക്ക് അതിൽ വീഴ്ച പറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കും മഴ വരുമ്പോൾ. അത്ര ശക്തമായ മഴയാണ്. അതിനെ തടയിടാൻ ആരോഗ്യവകുപ്പിൻ്റെ സംവിധാനങ്ങളൊന്നും കാര്യക്ഷമമല്ല. അത് എത്ര തവണ ആയാലും ഇത്തരത്തിൽ ഒരു ദുരന്തം വന്നു കഴിഞ്ഞതിന് ശേഷം മാത്രമേ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നുള്ളൂ. അതെന്തുകൊണ്ട് ഈ സർക്കാർ സംവിധാനങ്ങൾ ആ രീതിയിൽ ചിന്തിക്കുന്നില്ല? ഈ സർക്കാർ സംവിധാനങ്ങളുടെ ഒരു കാര്യക്ഷമത, എഫിഷ്യൻസി എന്ന് പറയുന്നത് വളരെ കുറവാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇപ്പോൾ കേരളത്തിലെ ആരോഗ്യ പരിപാലനം എന്ന് പറയുന്ന മറ്റ് പല സംസ്ഥാനങ്ങളുമായിട്ട് താരതമ്യം ചെയ്യുന്നത് മെച്ചപ്പെട്ടതാണ്. അങ്ങനെ മെച്ചപ്പെട്ടതായിരുന്നിട്ട് പോലും നമുക്ക് അതിനെ സഹിക്കാനും ഉൾക്കൊള്ളാനും പറ്റാതെ വരുന്നത് പ്രത്യേകിച്ച് ഈ വർഷകാലത്ത് വരുന്ന പകർച്ചവ്യാധികളുടെ വ്യാപനമാണ്. ഡെങ്കിപ്പനിയൊക്കെ എന്ന് പറയുന്നത് ഇപ്പോൾ തന്നെ ഭീതിതമായിട്ടുള്ള രീതിയിൽ നമ്മുടെ ആളുകൾ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെയാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഭീതിപ്പെടുത്തുന്ന വാർത്ത വന്നത് കോവിഡ് വീണ്ടും തിരിച്ചു വരുന്നു എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന പ്രദേശങ്ങൾ വളരെ കർശനമായിട്ട് സർക്കാർ അതിന് നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷേ ഈ നിർദ്ദേശങ്ങളൊക്കെ വന്നതിന് ശേഷം പ്രവർത്തിക്കുന്ന ഒരു രീതി പലപ്പോഴും നമ്മളെ ഈ ഉദ്യോഗസ്ഥ സമൂഹത്തിനിടക്കുണ്ട്. അതല്ലാണ്ട് അവർക്ക് തോന്നിയാൽ പോലും അവരതൊന്നും ചെയ്യില്ല. അതൊക്കെ ഇതിൻ്റെ കാര്യക്ഷമതയുടെ കുറവ് തന്നെയാണ്. അതങ്ങനെ നമ്മുടെ സമൂഹം അങ്ങനെയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഈ മാറ്റം എന്ന് പറയുന്നത് നമുക്ക് തിരുത്താൻ കഴിഞ്ഞില്ലെങ്കിൽ വീണ്ടും നമ്മൾ കുറേയും കൂടി കുഴപ്പത്തിലായി തീരും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് പറഞ്ഞിട്ട് കാര്യമില്ല. പറഞ്ഞ് നശിക്കുന്ന ഒരു സ്ഥിതി മാത്രമേ ഉള്ളൂ. അതിന് പകരം ഇപ്പോൾ ഈ നമ്മൾ അലർട്ടുകളുടെ കാര്യം പറയാം. ഓറഞ്ച് അലർട്ട്, റെഡ് അലർട്ട് എന്നൊക്കെ പറഞ്ഞ് പല സൈസ് അലർട്ട്. ഈ അലർട്ടുകൾക്ക് എന്ത് പ്രസക്തി? ആ പ്രദേശത്ത് ഉദ്യോഗസ്ഥരും അതേപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട സംവിധാനവും വളരെ കൃത്യമായിട്ട് പ്രവർത്തിക്കുകയും ജനങ്ങളുടെ ഒപ്പം നിന്ന് അവരെ ഈ ദുരന്തങ്ങൾ പോകുന്നുണ്ടെങ്കിൽ അതൊക്കെ മുന്നേ അവിടെ നിന്ന് മാറ്റുക എന്നുള്ളതാണ്, അവരെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. അത്തരത്തിൽ കാര്യക്ഷമമായിട്ടുള്ള രീതിയിൽ ഈ സംവിധാനം പ്രവർത്തിക്കേണ്ടതാണ്. അതുപോലെ തന്നെയാണ് ആരോഗ്യ പരിപാലന രംഗം. പിന്നെ നമ്മുടെ കാണകൾ വൃത്തിയാക്കൽ. അല്ലെങ്കിൽ ഒരു വലിയ പെരുമഴ കഴിയുമ്പോൾ നമുക്കറിയാം നഗരത്തിലെ റോഡുകളൊക്കെ വലിയ തോടുകളായി മാറി കാറക്കയിൽ ഒഴുകിടക്കുകയാണ് ചെയ്യുന്നത്. അത് മുഴുവൻ എന്ത് മലിനമായ ജലമാണ്. അപ്പോൾ ഇത് നേരത്തെ അറിയാവുന്നതാണ്. ഇത് അതിക്ക് മുമ്പ് കൃത്യമായിട്ട് കാണ ഒരു വൃത്തിയാക്കുന്ന ഒരു പരിപാടി ഇല്ല. പിന്നെ ഉള്ള തോടുകളൊക്കെ തന്നെ മുഴുവനും നശിപ്പിച്ചു കഴിഞ്ഞു. പുഴകൾ നശിച്ചു കഴിഞ്ഞിരിക്കാൻ എക്കലൊക്കെ വന്ന് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സമരത്തിൽ പങ്കെടുത്താണ്. ശരി, വീരൻപുഴ എന്ന് പറയുന്ന സ്ഥലം അതൊക്കെ എക്കലൊന്ന് നിറഞ്ഞിട്ട് ഈ വേനൽക്കാലത്ത് പോലും വേലിയേറ്റം വരുന്ന സമയത്ത് ആ വെള്ളത്തെ ഉൾക്കൊള്ളാൻ പറ്റുന്ന തരത്തിലുള്ള
വലിപ്പം ഈ തടാകങ്ങൾക്കും പുഴകൾക്കും ഇല്ലാതെ വരുമ്പോൾ ആ വെള്ളം മുഴുവനും സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർ താമസിക്കുന്നതായിട്ടുള്ള പറമ്പുകളിലേക്ക് കയറി അടുക്കള വരെ എത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിനൊരു പരിഹാരം എന്ന് പറഞ്ഞാൽ ഈ എക്കൽ മുഴുവൻ കോരിക്കളയണമെന്നുള്ളതാണ്. മുൻപ് അതിനുള്ള സംവിധാനം ഉണ്ടായിരുന്നു, സർക്കാരിൻ്റെ സംവിധാനമല്ല. ഈ പുഴയിലെ എക്കൽ എന്ന് പറയുന്നതിനിടയിൽ വാരി കരക്കിടും, അത് ഉണങ്ങി കഴിയുമ്പോൾ എടുത്ത് തെങ്ങിൻ്റെ തടക്കിടും, നല്ല വളമായിരുന്നുള്ളതാണ്. മണൽ കൃത്യമായിട്ട് നമ്മൾ കോരി കൊണ്ടുപോകുമായിരുന്നു. അങ്ങനെ പുഴകൾക്ക് അതേപോലെ തന്നെ തടാകങ്ങൾക്കൊക്കെ ആവശ്യമായ പ്രകൃതിദത്തമായിട്ടുള്ള ഡെപ്ത് അല്ലെങ്കിൽ ആഴം എന്ന് പറയുന്നത് നിലനിർത്താൻ അക്കാലത്ത് കഴിഞ്ഞിരുന്നുള്ള. ഇന്നതിന് കഴിയുന്നില്ല. നമ്മൾ തോടുകളൊക്കെ എന്ന് പറയുന്നതിനിടയിൽ മുഴുവനും ആളുകൾ തന്നെ ഒക്കെ നശിപ്പിച്ച് നികത്തി ജീവിക്കാൻ പറ്റാത്തായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളുടെ മനുഷ്യൻ്റെ കൂടി ഒരു പങ്ക് ഈ പ്രകൃതി ദുരന്തത്തിൽ ഉണ്ടാകുന്നുണ്ട്. അത് തിരിച്ചറിഞ്ഞ് മനുഷ്യൻ കൂടി ഈ ദുരന്തങ്ങൾ ഇല്ലാതാക്കാനായിട്ട് ശ്രമിക്കേണ്ടത് ആവശ്യമാണ്. സമൂഹം അതിന് മുന്നിട്ടിറങ്ങേണ്ടത് ഒരു വളരെ പ്രധാനപ്പെട്ട ഘടകമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.